കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ LDFന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു കക്ഷിയാണല്ലോ ജമാഅത്ത് ഇസ്ലാമി. ഈ SDPഐയും ജമാഅത്ത് ഇസ്ലാമിയെയും തുലനം ചെയ്ത് പരിശോധിക്കേണ്ട രണ്ട് കക്ഷികളല്ല എന്നാണ് എനിക്ക്. മുസ്ലിം ലീഗ് തളർന്നു പോയാൽ ആ സ്ഥലത്ത് തീവ്രവാദികളാണ് വളരുക എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ വസ്തുതയുണ്ട്. ഉറപ്പായും കണ്ണൂർ ഇത്തവണ പിടിക്കും. തീർച്ചയായും, ഉറപ്പ്. തീർച്ചയായും. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. ഇപ്പോൾ നടക്കുന്ന LDF നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം കുണിയയിൽ ഒരു ചരിത്ര സമ്മേളനം ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട സമസ്ത നടത്തി. അതിൽ ജനലക്ഷങ്ങളാണ് അതിൽ പങ്കെടുത്തത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ മൗദിദിസം, അതായത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മൗദിദിസം ഈ രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞ് ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു ആശങ്ക ഈ സമസ്ത EK വിഭാഗം ഉന്നയിക്കുകയാണ്. അവരുടെ ആ ആശങ്ക എന്ന് പറയുന്നത് ഒരിക്കലും മുസ്ലിം ലീഗിനെ തള്ളാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ആ ആശയങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ് EK വിഭാഗം സമസ്ത. അപ്പോൾ അവരുടെ ആ ആശങ്ക എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതും ഈ വെൽഫെയർ പാർട്ടി പോലുള്ള അതിൻ്റെ സംഘടനകളെയൊക്കെ മാറ്റി നിർത്തണം എന്ന് അവർ പറയുകയാണ്. അത് ഉൾക്കൊള്ളാൻ ലീഗ് തയ്യാറാകുമോ? മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ എല്ലാ കാലത്തും ആശയ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അത് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്ത് ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഓരോ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. ഈ കാഴ്ചപ്പാടുകളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നിലപാടാണ് കാലാകാലങ്ങളിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. അത്തരത്തിലുള്ളൊരു പൊതു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേരത്തെയും ലക്ഷ്യമിട്ടിട്ടുള്ളത്. വ്യത്യസ്ത സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, സുന്നി വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ബാഫക്കി തങ്ങളെ പോലുള്ള MK ഹജിയെ പോലുള്ള സിദി സാഹിബിനെ പോലുള്ള അവർക്കൊക്കെ അവാന്തര വിഭാഗങ്ങളുടെ വീക്ഷണത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും ചിന്താഗതികളുള്ള ആളുകളാണ്. പക്ഷെ അവർക്കൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരുമിക്കാനോ അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സമയത്തൊക്കെ തുടർന്ന് നമസ്കരിക്കാനോ ഒന്നും അവർക്ക് അത്തരം ആശയങ്ങളൊന്നും ഒരു വിഘാതമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആശയ സംവാദങ്ങൾ നടക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യമുണ്ടോ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും UDFന് അധികാരത്തിൽ വരാൻ? അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഒരു കക്ഷി ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കുന്നു എന്ന് പറയുമ്പോൾ ആ പിന്തുണയെ നിരാകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള മറുചോദ്യം അവിടെ പ്രസക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്ന സമയത്ത് കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ LDFന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു കക്ഷിയാണല്ലോ ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി അന്ന് എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്ന് UDFൻ്റെ വീക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അവർക്ക് ആശയപരമായി പോലും മാറ്റുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് അവരെ നമ്മൾ തള്ളിപ്പറയേണ്ടത്, എന്തിനാണ് അവരുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയേണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുള്ള ചോദ്യം. അത് വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കാൻ LDFന് കഴിഞ്ഞു. എന്നാൽ ആ ജമാഅത്തെ ഇസ്ലാമി അന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളിൽ നിന്ന് കുറേ കൂടി പുതിയ മതേതര നിലപാടിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ അവരെ വേർതിരിച്ച് നിർത്തിയിട്ട് ആക്രമിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. അത് പ്രസക്തമാണ്. ഈ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ SDPI നിങ്ങൾക്ക് പിന്തുണ നൽകുകയാണ്, അത് വേണ്ട എന്ന് നിങ്ങൾ
പറയാൻ നിങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SDPI വേണ്ട എന്ന് പറയുന്നു. അതേ രീതിയിൽ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് LDFൻ്റെ ഒരു വാദം. SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപോലെ താരതമ്യം ചെയ്യേണ്ടത് കക്ഷികളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. SDPI നമുക്ക് പൊതുമണ്ഡലത്തിൽ അറിയാം, കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ മുസ്ലിം സമുദായത്തിനകത്തും മറ്റ് സമുദായങ്ങൾക്ക് ഇടയിലും ഒരു ഐക്യവും രഞ്ജിപ്പും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയാണ്, ഒരു വിഭാഗമാണ്. അവരുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുക. ആശയപരമായിട്ടുള്ള വിഷയം മാറ്റി നിർത്തിയാൽ പൊതുസമൂഹത്തിനിടയിൽ അവർ മുന്നോട്ട് വെക്കുന്ന പല വീക്ഷണങ്ങളും പൊതുവെ ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ SDPIയെയും ജമാഅത്ത് ഇസ്ലാമിയെയും തുലനം ചെയ്ത് പരിശോധിക്കേണ്ട രണ്ട് കക്ഷികളല്ല എന്നാണ് എനിക്ക്. ഈ EK വിഭാഗം സുന്നി നേതൃത്വത്തിന് അത് മനസ്സിലാകാത്തത് കൊണ്ടാണോ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ആശയപരമായിട്ടുള്ള ചില വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത്. മുസ്ലിം ലീഗ് അതിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് ഗൗരവത്തിൽ. അല്ല, ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന ആ കാര്യങ്ങൾ, അത് അവരിപ്പോൾ മതരാഷ്ട്രവാദികളല്ല, അവർക്ക് വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? അത് അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ നിലപാടുകളിലും വന്നിട്ടുള്ള മാറ്റമാണ്. അതിനെക്കുറിച്ച് പാർട്ടി കൃത്യമായി പരിശോധിച്ചിട്ട് ഒരു നിലപാടിലെത്തിച്ചേരും. അത് പറയേണ്ട ഒരാൾ ഞാനല്ല. തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ അഭിമന്യനായിട്ടുള്ള പ്രസിഡന്റ് അതുപോലെ തന്നെ ദേശീയ നേതൃത്വമൊക്കെ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ചിട്ട് മറുപടി പറയും. നമുക്കത് കാത്തിരുന്ന് കാണാം. ഓക്കെ, നമുക്ക് ഈ സംഭാഷണം അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ താങ്കളുടെ രാഷ്ട്രീയം മാത്രമല്ല, താങ്കളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി എവിടെയും നോക്കിയാലും കാണാൻ കഴിയുന്ന ഒന്നാണത്. ഈ പരിയാരം CH സെൻറ്റർ, താങ്കൾ എപ്പോൾ വിളിക്കുമ്പോഴും താങ്കൾ ഒന്നുകിൽ പരിയാരത്തായിരിക്കും. CH സെൻറ്ററിലാണ് എന്നാണ് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും താങ്കൾ പരിയാരത്താണ് എന്നാണ് പറയാറുള്ളത്. ഈ CH സെൻറ്റർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അതോടൊപ്പം തന്നെ പരിയാരം CH സെൻറ്റർ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നത്? പരിയാരം CH സെൻറ്റർ ഒരു വലിയ ജീവകാരുണ്യ കൂട്ടായ്മയാണ്. അവിടെ ഈ പാവപ്പെട്ട രോഗികൾക്ക് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചും CH സെൻറ്ററുകൾ ഉണ്ടായപ്പോൾ ഞങ്ങളൊരു 15 വർഷം മുമ്പാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് നമ്മൾ ആലോചിച്ചു. അതിന് ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചു. ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ളൊരു വിഷൻ. അതിനുവേണ്ടി അവിടെ സ്വന്തമായി സ്ഥലം അന്വേഷിച്ചു. 1 ഏക്കറോളം ഭൂമി അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തി. അത് വിലക്ക് വാങ്ങി. അവിടെ ഈ പറഞ്ഞ മാതിരി മലബാറിലെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോലും കാണാത്ത അത്രയും സൗകര്യങ്ങളോടുകൂടി ഒരു ഡയാലിസിസ് യൂണിറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇപ്പോൾ 28 മെഷീനുണ്ട്. ഒരു ദിവസം 56 ആളുകൾക്ക് 2 ഷിഫ്റ്റുകളിലായിട്ട് പൂർണ്ണമായും സൗജന്യമായി ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ നിന്ന് ഡയാലിസിസ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഒരു ജാതിയും മതവും പരിഗണനയൊന്നും ഞങ്ങൾക്ക് അവർ സഹായം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കില്ല. അവിടെ ഒരു റിഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. 5 ആംബുലൻസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ അവിടെ ഈ മൃതദേഹങ്ങൾ, അന്യമതസ്ഥരായിട്ടുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ പോലും പരിപാലിച്ച് സംസ്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് CH സെൻറ്ററിൻ്റെ വളണ്ടിയർമാരാണ്. കോവിഡിലെ ആദ്യത്തെ മരണം ഉണ്ടായ സമയത്ത് പോലും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറാണ് അന്ന് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഞങ്ങൾക്ക് ജാതിയോ മതമോ പരിഗണനയൊന്നും കൂടാതെ എല്ലാ വിഭാഗം ആളുകൾക്കും സഹായം ലഭ്യമാക്കുക എന്നുള്ള ഒരു നിലപാട്, അതിന് വേണ്ടിയിട്ടൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അഹമഹികയ ജനങ്ങൾ അതിൻ്റെ കൂടെ നിന്നു. വളരെ തോതിൽ ഉദാരമതികളായിട്ടുള്ള ആളുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിലമതിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൂടെ നിന്നപ്പോൾ അത് വലിയ ബൃഹത്തായിട്ടൊരു സംവിധാനമായിട്ട് പോയി. ഇപ്പം ഞങ്ങൾ 15ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 15ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂറോ റിഹാബിലിറ്റേഷൻ സെൻറ്റർ, പക്ഷാഘാതം പിടിപെട്ട് സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലായിട്ടുള്ള ആളുകളെ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം കൂടി അവിടെ വരികയാണ്. അത് ഈ സെപ്റ്റംബറിൽ
2026 സെപ്റ്റംബറിൽ ഈ വാർഷികാഘോഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും, അതായത് എല്ലാം സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? അതിൽ വ്യക്തിപരമായി പറയുമ്പോൾ എനിക്ക് ആ ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, ഇപ്പോൾ 2010 CH സെൻറ്റർ രൂപീകരിച്ചത്. അതിൻ്റെ രൂപീകരണ കാലം മുതൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഈ 15 കൊല്ലക്കാലത്തിനിടയിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസത്തിൽ CH സെൻറ്ററിനെ കുറിച്ച് ചിന്തിക്കാത്ത, CSSനെ കുറിച്ച് ആലോചിക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു 10 മിനിറ്റെങ്കിലും CH സെൻറ്ററിന് വേണ്ടി മാറ്റി വെക്കാത്ത ഒരു ദിവസവും ഈ 15 കൊല്ലക്കാലത്തിനിടയിൽ കടന്നു പോയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CH സെൻറ്ററിനെ കുറിച്ച് ഓർക്കുകയോ CH സെൻറ്ററിലെ പാവപ്പെട്ട ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു ദിവസം ഈ 15 വർഷക്കാലത്തിനിടെ ഒരു ദിവസം പോലും അതില്ലാതെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരും. അത് നൽകുന്ന വലിയൊരു ആത്മസംതൃപ്തിയുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് അവർ പല ആവശ്യങ്ങളായിട്ട് പാവങ്ങളാണ്. അവർ പല കാര്യങ്ങൾക്കും ചിലപ്പോൾ അവർക്ക് അറിയാത്ത, അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡയാലിസിസിനൊക്കെ വലിയ ചിലവ് വരുന്നുണ്ടല്ലോ. ഡയാലിസിസിന് വലിയ ചിലവുണ്ട്. ഒരു 1100 1200 രൂപ ഒരു ഡയാലിസിന് വരും. അതിന് പുറമെ മറ്റുള്ള ചിലവുകൾ, അതൊക്കെ അത് നടന്നു പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിലായാലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലായാലും ഒക്കെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടെന്നൊരു പെർഫെക്ഷൻ വളരെ പ്രധാനമായി കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് 100% പെർഫെക്റ്റായിട്ട് നടത്തണം എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്നുള്ളത് അത് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി തോട്ടടയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു കഴിഞ്ഞ 2001 മുതൽ 2016 വരെ 15 വർഷക്കാലം. ഒരു ചെറിയ ഇടവേളയിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് മാറ്റപ്പെട്ടു എന്നത് മാറ്റി നിർത്തിയാൽ 10 വർഷത്തിലധികം, ഒരു 12 വർഷത്തോളം തുടർച്ചയായിട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പദവിയിലിരുന്ന ഒരാളാണ്. ഇന്ത്യയിലെ 11 സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ആ സ്ഥാപനത്തെ ഉയർത്താൻ കഴിഞ്ഞതും അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ആ കാലയളവിലാണ്. വലിയ എൻ്റെ ജീവിതത്തിലെ ഔദ്യോഗിക ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു റിസൾട്ടായിട്ട് ഞാനത് കാണുകയാണ്. അതിപ്പോൾ അവിടെ സന്ദർശിക്കുന്ന ആളുകളൊക്കെ അത് ബോധ്യപ്പെടും. അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള ഒരു പ്രൊഫഷണലിസം ഉണ്ട്. ആ പ്രൊഫഷണലിസം പൊതുപ്രവർത്തന രംഗത്തും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളൊരു മാതൃക. അത് ഇപ്പോൾ CH സെൻറ്ററിൽ വന്നാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലെനിക്ക് വലിയ സംതൃപ്തി. എന്തായാലും ഞാൻ നേരത്തെ കണ്ണൂരിൻ്റെ കാര്യം ഒക്കെ ചോദിച്ചപ്പോൾ വിട്ടുപോയ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ആ ഘട്ടങ്ങളൊക്കെ ഇങ്ങനെ മൂർധന്യത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ഒരു രാജിക്കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആ രാജി സ്വീകരിച്ചു. മുൻ ഡെപ്യൂട്ടി മേയർ C. സമീർ പാർട്ടിയിൽ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ രാജിയിലേക്ക് പോകാനുണ്ടായ കാരണം? അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് ആരോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു രാജിയുടെ നിലപാടിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. കാരണം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില താല്പര്യങ്ങളുണ്ടാകും. അത് സ്വാഭാവികമാണ്, അത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ പാർട്ടി ഒരു നിലപാടെടുത്തു. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ അധ്യക്ഷൻ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാടെന്ന് പറയുന്നത് തുടർച്ചയായിട്ട് 3 തവണ മത്സരിച്ചിട്ടുള്ള ആളുകൾ മത്സരിക്കേണ്ടതില്ല. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു എക്സംഷൻ വേണമെങ്കിൽ ആ ഘടകം, ബന്ധപ്പെട്ട ഘടകങ്ങൾ ഐക്യകണ്ഠേന അവരുടെ പേര് നിർദ്ദേശിച്ചാൽ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത്തരം ആളുകൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കണം എന്ന് പറയുന്നതോടൊപ്പം അദ്ദേഹത്തിന് മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. അവിടുന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയില്ല, അതൊരു വസ്തുതയാണ്.
പക്ഷെ അതിൻ്റെ പേരിലാണോ അദ്ദേഹം രാജിവെച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്താണ് അദ്ദേഹം മണ്ഡലം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോയത്. അങ്ങനെ രാജിവെച്ച് പോയപ്പോഴും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒക്കെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതാണ് അഭികാമ്യം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ എന്തോ അദ്ദേഹം രാജിയിൽ ഉറച്ചു നിർത്തു. പക്ഷേ അതിൽ തീരുമാനം എടുത്തത് ആ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. അതാണ് അതിലെനിക്ക് പറയാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ടുള്ള സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തിച്ചേരാൻ കഴിവും പ്രാപ്തിയൊക്കെയുള്ള ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹം. അങ്ങനെ സംശയമുണ്ട്. ഇപ്പോഴും ആ രാജി സ്വീകരിച്ചു, മാറ്റി നിർത്തപ്പെട്ട രീതിയിൽ തന്നെയാണോ ഉള്ളത്? അല്ല, അവിടെ ഒരു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി തന്നെ ഒരു ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ പാർട്ടി തലത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കും. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ട്? ഒരിക്കലും ഇല്ല. അദ്ദേഹം ഇപ്പോഴും ഉറച്ച പാർട്ടിക്കാരനാണ്. കണ്ണൂർ CH സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മേഖലകളിൽ നന്നായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പാർട്ടി വിരുദ്ധമായിട്ടുള്ള നിലപാടിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകനായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. ഈ റിബലുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അദ്ദേഹം നൽകി എന്നൊരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു ആക്ഷേപം വ്യക്തിപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളാകാൻ വ്യക്തിപരമായി താല്പര്യം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഘടകങ്ങൾ അങ്ങനെയുള്ള ഒരു ആവശ്യം ഉന്നയിക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥി അല്ലാതെ പോയപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വിരുദ്ധമായിട്ട് ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതിയും ഞങ്ങളുടെ മുമ്പാകെ വന്നിട്ടില്ല. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ 1 മണിക്കൂർ നേരം അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി സംസാരിച്ചത് രാഷ്ട്രീയത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ സാന്ത്വന മേഖലയിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെയാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കണ്ണൂരും അഴീക്കോടും മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല UDFൻ്റെ വിജയം എന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറയുകയാണ്. കൂത്തുപറമ്പും തളിപ്പറമ്പുമൊക്കെ UDFന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് അദ്ദേഹം. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, ഇത്തവണ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി അവിടെ സ്ഥാനാർത്ഥിയായി എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പാർട്ടി നേതൃത്വത്തിൻ്റെ ചർച്ചയിലും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഉള്ളത്. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോഴുണ്ടാകുന്ന നേട്ടം അത് പ്രവർത്തകരും സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും ഇടപഴകാൻ കഴിയുന്ന ഒരു നേതാവ് ജനപ്രതിനിധിയായി എത്തുമ്പോഴുണ്ടാകുന്ന ഗുണം അതൊക്കെയാണ് പ്രവർത്തകരുടെ മനസ്സിൽ. ജനങ്ങൾക്കിടയിൽ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിൽ എന്നും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന നേതാവാണ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നാം കണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം പോലെ UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരട്ടെ. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഒരു ജനപ്രതിനിധിയായി അദ്ദേഹം എത്തട്ടെ. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവുകങ്ങൾ നേരുകയാണ് കണ്ണൂർ വിഷൻ. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.